ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് ബാനുട്ടിക്ക് ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ. ബാനുട്ടിക്ക് മാത്രമല്ല അയവിൻകുട്ടനും ഇന്നാണ് കേട്ടോ ക്ലാസ്. പക്ഷേ എന്ത് ചെയ്യാം, അവനെ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് വിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബാനുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുവാണേ. ഇടിയപ്പം കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ കഴുകി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. എപ്പോഴും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ പൊടിയൊന്നും വാങ്ങാറില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ പൊടിച്ചൊക്കെ എടുത്ത് വെച്ചേക്കും. നമ്മുടെ റേഷൻ കടയിൽ പച്ചരി കിട്ടുമല്ലോ, അപ്പോൾ അത് മേടിച്ച് കഴുകി പൊടിച്ച് വറുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കും. അങ്ങനെ ഞാൻ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അച്ഛന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ അച്ഛനുള്ള ചോറൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ആ ചോറിൻ്റെ പരിപാടിയൊക്കെ അല്ലെങ്കിലും അമ്മ തന്നെയാണ് നോക്കാറ്. ഞാൻ ആ ഏരിയയിലേക്കൊന്നും അങ്ങനെ നോക്കാറില്ല. തലേ ദിവസം തന്നെ ഞങ്ങൾ റൈസ് കുക്കറിൽ ചോറ് ഇങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കും. നേരം വിളിക്കുമ്പോഴേക്കും ഒരു പകുതി വേവോളം ആയിട്ടുണ്ടാവും. പിന്നെ പതിയെ അതൊന്ന് ഒന്നെങ്കിൽ കുക്കറിൽ ഒരു 2-3 വിസിൽ കേൾപ്പിക്കും. അതല്ലെങ്കിൽ അപ്പുറത്ത് അടുപ്പത്ത് കൊണ്ടേ വെച്ചിരുന്ന ഇവർ പോകാറാകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എടുക്കാറ് സാധാരണ. ഇന്നിപ്പോൾ അമ്മ കുക്കറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുക്കറിൽ വെച്ചു. അങ്ങനെ ഇടിയപ്പത്തിന് തട്ടൊക്കെ റെഡിയാക്കി ഞാൻ അതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇട്ട് ഇടിയപ്പം ഞെക്കി ഒഴിക്കുകയാണ് കേട്ടോ. സാധാരണ അങ്ങനെ എപ്പോഴും തേങ്ങയൊന്നും ഇടാറില്ല. 2 പേർക്കും തേങ്ങയോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് പതിയെ കഴിക്കാൻ എടുത്ത് വെച്ചുമ്പോൾ പതിയെ തേങ്ങയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റും. അതുകൊണ്ട് ഞാനങ്ങനെ വെറുതെ നമ്മൾ ചിരണ്ടി കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ വല്ലപ്പോഴും ഇടാറുള്ളൂ. ഇന്നലെ രാത്രി കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിരുന്നത് കൊണ്ട് ഇന്നങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ. അങ്ങനെ ഇടിയപ്പമൊക്കെ ഞാൻ അടുപ്പത്തേക്കാക്കി. അത് കഴിഞ്ഞ് പതിയെ ബാനുട്ടിനെ വിളിക്കാൻ ചെന്നു. ഒരു 7 മണി ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വിളിച്ചെണീപ്പിച്ചേക്കാം. അല്ലെങ്കിൽ പതിയെ ഒരു 7-7:15 തന്നെ എഴുന്നേറ്റ് വരും. പക്ഷെ അത്രയും സമയം കളയണ്ട, അല്ലെങ്കിൽ ലാസ്റ്റ് അവൾ തന്നെ ധൃതി വെക്കണമല്ലോ എന്ന് വിചാരിച്ച് പതിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാം എന്നോർത്തു. പക്ഷേ അയവിൻകുട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു രാത്രി മൊത്തം. അതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല പുള്ളിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പതിയെ വരട്ടെ, വിളിക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ ബാനൂട്ടീനെ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വഴക്കൊന്നുമില്ലാണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു. അങ്ങനെ എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുക്കൽ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് അവൾ കുളിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ വേഗം തന്നെ ഉച്ചക്കത്തേക്ക് ചോറിനുള്ള പരിപാടി നോക്കി. ചോറിന് മറ്റേ പടവലങ്ങ തോരനും ഇന്നലത്തെ ബീഫ് കുറച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഫ്രൈയും ആക്കി കേട്ടോ. അങ്ങനെ ബാനുട്ടിക്കുള്ള ചോറ് ഞാൻ പാത്രത്തിലാക്കി. തോരനും അതുപോലെ ബീഫും ഒക്കെ വെച്ചു. തിരിച്ച് വരുമ്പോൾ ആ തോരൻ അവിടെ തന്നെ ഉണ്ടാവും, ബീഫ് തീർന്നിട്ടുണ്ടാവും. അവൾ അങ്ങനെയാണ്. പച്ചക്കറി കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതേസമയത്ത് നോൺ വെജ് വലിയ കാര്യമാണ് താനും. അതേസമയത്ത് അവൻ നേരെ തിരിച്ചുണ്ട്, അവന് പച്ചക്കറി വലിയ ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും 2 ടൈപ്പാണ്. അങ്ങനെ ഞാൻ അവൾക്കുള്ള ചോറൊക്കെ വെച്ചു. അതിനിടയ്ക്ക് അവൾ കാപ്പി കുടിച്ചായിരുന്നു കേട്ടോ. ഇടിയപ്പം കടലക്കറിയും കഴിച്ചായിരുന്നു. ഞാൻ പിന്നെ ആ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അത് ചെയ്യാനാണ്. അങ്ങനെ ചോറൊക്കെ ബാഗിനകത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ സെപ്പറേറ്റ് ബാഗൊന്നുമില്ല, എല്ലാം ഈ ഒറ്റ ബാഗിൽ മതി. 2-3 ബാഗൊക്കെ ആകുമ്പോൾ മിക്ക ദിവസവും അതങ്ങനെ മറന്നു പോകുമായിരുന്നു. ആദ്യമൊക്കെ 2 ബാഗിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ മറന്നുപോയി വന്നപ്പോൾ ഞാനിപ്പോൾ ഓർത്തു ഇന്ന് ഒറ്റ ബാഗിൽ തന്നെ എല്ലാം മതിയല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ബാഗൊക്കെ റെഡിയാക്കി വെച്ച് അതിനിടയ്ക്ക് അപ്പ പോയി യൂണിഫോമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള ദിവസമാണെങ്കിൽ തന്നെ തേച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ ഈ ബാഗ് റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് നേരെ യൂണിഫോം തേക്കാൻ പോകണം. അങ്ങനെ യൂണിഫോമൊക്കെ തേച്ചതുണ്ടായിരുന്നതുകൊണ്ട് വേഗം തന്നെ യൂണിഫോം ഇട്ടു റെഡിയായി. ടൈയൊക്കെ ഇട്ടു, ബെൽറ്റൊക്കെ ഇട്ടു. പുള്ളി മുടിയൊക്കെ 2 വശത്ത് മുടിയൊക്കെ കെട്ടി. എത്ര ലേറ്റ് ആയാലും ഞാൻ 2 വശത്ത് മുടി കെട്ടിയേ ഇടുള്ളൂ കേട്ടോ. അഴിച്ചിട്ടും അതുപോലെ ഒറ്റ ഇതായിട്ട് കെട്ടിയൊന്നും വിടാറില്ല. 2 വശത്ത് മുടിയൊക്കെ കെട്ടി ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും, ഒരു പൊട്ടും തൊടും, അതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി പൗഡർ ഇടും. അതാണ് ഞങ്ങളുടെ ഒരുക്കം. അങ്ങനെ ഒരുങ്ങി വേഗം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഒരുപാട് ഒരു 8:45 ആകുമ്പോഴാണ് കേട്ടോ വണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരുപാട് നേരത്തെയൊക്കെ പോയാൽ ഞങ്ങൾ അവിടെ നിന്ന് പോസ്റ്റ് ആവും. അതുകൊണ്ട് ഒത്തിരി നേരത്തെ ഒന്നും ഇറങ്ങിയില്ല. 8:35 ആകും. 35 ആകുമ്പോൾ പതിയെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോഴേക്കും നടന്ന് അവിടെ ചെല്ലാനുള്ള സമയമാവും കറക്റ്റ്. സാധാരണ അവനാണ് ആദ്യം പോകേണ്ടത് കേട്ടോ. ഇന്നിപ്പോൾ പുള്ളിക്ക് പോകണ്ടല്ലോ. അതുകൊണ്ട് അവൻ്റെ സ്കൂൾ ബസ്സിലെ ആൻറ്റീനെ വിളിച്ച് പറഞ്ഞു ഇന്ന് വരുന്നില്ല, ഇന്നല്ല കുറച്ച് ദിവസത്തേക്ക് വരുന്നില്ല, വണ്ടി നിർത്തണ്ട കേട്ടോ എന്ന് വിളിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും, കുറേ സമയം കിടക്കും. അപ്പോൾ അവരുടെ ടൈമും പോകുമല്ലോ. അതുകൊണ്ട് വരാത്ത ദിവസങ്ങളിലൊക്കെ പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാനുട്ടി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. ഇവിടെ റോഡ് വീണ്ടും കോളായിട്ട് ഒറ്റ മഴ കൊണ്ട് തന്നെ അതിൻ്റെ പരുവം കിട്ടും. അങ്ങനെ ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാഗ് തോളത്തേക്ക് ഇട്ട് കൊടുത്തു. ബസ് വന്നാൽ അവൾ അങ്ങനെ കയറി പോവുകയാണേ. അപ്പോൾ മോൾ അങ്ങനെ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.